യേശുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, പാപിയുടെ എളിമയിൽ ദൈവം സന്തോഷിക്കും. പാപം ചെയ്യുക ഒരു മാനുഷികമാണ്, എളുപ്പപ്പെടാൻ കഴിയുക ഒരു കൃപയാണ്. ബൈബിളിൽ മാരക പാപികൾ എളിമ കൊണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ന് മനുഷ്യജീവിതത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ച എന്ന് പറയുന്നത് ഈ പാപത്തിൽ തന്നെ തുടരുന്നു. ഈ പാപങ്ങളെ ഓർത്ത് അനുദപിക്കാൻ കഴിയാതെ, ആ പാപത്തെ ഓർത്ത് കണ്ണുനീരൊഴുക്കാൻ പറ്റാതെ ഒരു പാപിക്ക് ദൈവത്തിന്റെ മുമ്പിൽ എളിമപ്പെടാൻ തുടങ്ങിയാൽ അന്ന് ജീവിതത്തിന്റെ തിരിച്ചുവരവ് ആരംഭിക്കും. ദൈവം പരിശോധിക്കുന്നത് ഒരു പാപിക്ക് അനുതാപം, എളിമ, ജീവിതത്തിൽ തിരിച്ചു വരാനുള്ള ഒരു അഭിഷേകമാണ്. ഇന്നൊരു മാരക പാപാവസ്ഥയിലായിരിക്കും, പക്ഷെ ഒരു പാപിക്ക് വേണ്ടി ദൈവം കാത്തിരിക്കുന്നുണ്ട്. ഒരു പാപിയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് എളിമയാണ്. ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ നിങ്ങൾ വലിയൊരു പാപാവസ്ഥയിൽ നിൽക്കുന്നവരായിരിക്കാം. ഒരു സാഹചര്യത്തിൽ അവിചാരിതമായിട്ട് ഈ വചനം കേൾക്കുകയാണെങ്കിൽ ഈ വചന ശുശ്രൂഷയിലൂടെ നിന്റെ ഉള്ളിലേക്ക് നിന്റെ പാപാവസ്ഥയോർത്ത് ഒന്ന് മനം നൊന്ത് ആ പാപാവസ്ഥയോർത്ത് കരയാനും അനുദപിക്കാനും ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും നിസ്സാരനായിട്ട് താഴ്ന്നു കൊടുക്കാൻ തുടങ്ങിയാൽ ആ സമയം മുതൽ ദൈവത്തിന്റെ കൃപ നിന്നെ ഉയർത്തും, പാപാവസ്ഥയിൽ രക്ഷപ്പെടും. ബൈബിളില് 3 വ്യക്തികളുടെ ഉദാഹരണങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായത്തിൽ മനാസെ രാജാവ്, അവൻ യൂദാ രാജാവായ മനാസെ വലിയ തിന്മ ജനത്തെ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചവനാണ്. ജനത്തെ മുഴുവൻ വിഗ്രഹാരാധനയിലേക്ക് നയിച്ചവനാണ്. സ്വന്തം മക്കളെ മറ്റ് ദൈവങ്ങൾക്ക് ബലിയർപ്പിച്ചവനാണ്. ശകുനം നോക്കുക, മന്ത്രവാദിയുടെ പിന്നാലെ പോവുക, അല്ലെങ്കിൽ എല്ലാ ആഭിചാര കർമ്മങ്ങളും എല്ലാ വിധത്തിലും ദൈവത്തെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പാപത്തെ വിളിച്ചു വരുത്തിയ വ്യക്തിയാണ്. അങ്ങനെ പാപത്തിൽ തന്നെ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് മനാസയെ ശിക്ഷിക്കുന്നുണ്ട്. അതായത് അസീറിയൻ രാജാവിന്റെ സേനാധിപന്മാർ അവനെ കീഴ്പ്പെടുത്തി അവനെ അസീറിയയിലേക്ക് കൊണ്ടുപോയി ചങ്ങലകളാൽ ബന്ധിച്ചിട്ട് വളരെ കാരാഗ്രഹത്തിൽ അടച്ചു. ഈ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ അവന് സംഭവിച്ച മാറ്റമാണ്. അവന്റെ ആ കഷ്ടതയില്, വലിയ ആ തകർച്ചയില് അവൻ അനുദപിക്കാൻ തുടങ്ങി. ബൈബിളിൽ എഴുതിയിരിക്കുന്നത്, കഷ്ടതയിൽ അവൻ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചു. കഷ്ടതയിൽ ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി യാചിച്ചു, എളിമപ്പെടുത്തി പ്രാർത്ഥിച്ചു. ദൈവം അവനെ തിരികെ കൊണ്ടുപോകും. ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്നതാണ്, കഷ്ടതയിൽ അവൻ കരുണ, അത്രയും കഷ്ടകരമായ ക്ലേശകരമായ അവസ്ഥയിൽ ദൈവത്തോട് ഏറ്റവും താഴ്മയോടെ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ദൈവത്തിന്റെ മുമ്പില് തന്നെ എളിമപ്പെടുത്തി. പാപിയാണ്, അവന്റെ പാപത്തെ അംഗീകരിച്ച് ആ പാപാവസ്ഥയിൽ തന്നെ അവനെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു. ദൈവം വചനം പറയാണ്, ദൈവം അവനെ തിരികെ അവന്റെ രാജ്യത്തിലേക്ക്, അവന്റെ അധികാരത്തിലേക്ക് തിരികെ അവന് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുത്തു. നോക്കിക്കേ, അവൻ എളിമപ്പെട്ടപ്പോൾ, അവന്റെ പാപത്തെ ഓർത്ത് കരഞ്ഞപ്പോൾ അവന് സംഭവിച്ച മാറ്റമാണ്. അവന് തകർന്ന അവസ്ഥയിൽ നിന്ന് ദൈവം തിരികെ കൊണ്ടുപോകും. രണ്ടാമതായിട്ട് ബൈബിളിൽ പറയുന്നത് ആഹാബ് രാജാവിനെ കുറിച്ചാണ്. ഒരുപക്ഷെ നമുക്ക് ബൈബിളിൽ ഒരു സുപരിചിതമായ, ഏലിയായുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു സുപരിചിതമായ ഒരു കഥാപാത്രമാണ്. ആഹാബിനെ കുറിച്ച് പറയുന്നത്, അതായത് മറ്റ് ദൈവത്തിന് ബലിപീഠം ഉണ്ടാക്കി ബാൽ ദൈവത്തെ ആരാധിച്ച് അതിലുപരിയായിട്ട് ചെയ്ത ഏറ്റവും മാരകമായ പാപമാണ് ഈ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം കൈവശമാക്കി അന്യായമായിട്ട് അവനെ കൊലപ്പെടുത്തി. ഇങ്ങനെ ഈ വലിയൊരു മാരകപാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏലിയാ പ്രവാചകനിലൂടെ ദൈവകോപത്തെ ഈ രാജാവിനെ അറിയിക്കുകയാണ്. അതായത് ഏലിയ പറയാണ്, നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും. ഏറ്റവും മ്ലേച്ഛകരമായി പ്രവർത്തിച്ചത് കൊണ്ട് ഏറ്റവും ദയനീയനായിട്ട് മരിക്കും. ഇങ്ങനെ ദൈവകോപത്തിന്റെ ആ ശിക്ഷ ഏലിയായിലൂടെ കേൾക്കുമ്പോൾ ആഹാബിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന മനോഭാവം, ആഹാബ് ഈ ഒരു ശിക്ഷ കേൾക്കുമ്പോൾ ആഹാബിന്റെ എളിമയെ വെളിപ്പെടുത്തുന്നതാണ്. അവൻ വസ്ത്രം കീറി ചാക്കൊടുത്ത് ഉപവസിച്ചു, ചാക്ക് വിരിച്ച് കിടന്നുറങ്ങി, മനം തകർന്ന് തല താഴ്ത്തി നടന്നു. നോക്കിക്കേ, ഇത് ശിക്ഷ പുറപ്പെട്ടപ്പോൾ ഏലിയ, നിന്റെ കുടുംബം അല്ലെങ്കിൽ നീ വളരെയധികം നശിച്ചു പോകും, അല്ലെങ്കിൽ അവനോട് ദൈവത്തിന്റെ കോപം അറിയിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ രക്തം നായ്ക്കൾ നക്കി കുടിക്കും, ഏറ്റവും ദയനീയമായ അവസ്ഥയായിരിക്കും എന്ന് പറയുമ്പോൾ അവൻ ചെയ്ത ജീവിതത്തിൽ വരുത്തിയ മാറ്റമാണ്. അവൻ വസ്ത്രം കീറി, അനുതാപത്തിന്റെ അടയാളമാണ് വസ്ത്രം കീറി, ചാക്കൊടുത്തു, നല്ല വസ്ത്രം, രാജകീയ വസ്ത്രം മാറ്റി ചാക്കൊടുത്തു, ഉപവസിച്ചു, ചാക്ക് വിരിച്ചു കിടന്നു, മനം തകർന്നു,
സ്വന്തം മനം തകർന്ന്, അവന്റെ പാപത്തെ ഓർത്ത് മനം തകർന്ന് തല താഴ്ത്തി നടക്കുക, തല താഴ്ത്തി നടക്കുക. ഒരു അനുതാപത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് കാണിച്ചത്. മനം തകർന്ന് തല താഴ്ത്തി നടന്നു. അങ്ങനെ ഈ അനുതാപത്തിന്റെ അടയാളം ജീവിതത്തിൽ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഭജന പറയാണ്, അവൻ തന്നെ താഴ്ത്തിയതിനാൽ ദൈവം ഏലിയാ പ്രവാചകരോട് പറയാണ്, ഞാൻ അവന് നാശം വരുത്തുകയില്ല, ഞാൻ അവന് നാശം വരുത്തുകയില്ല. വലിയ മാരക പാപാവസ്ഥയിൽ സംഭവിച്ച കാര്യം ചെയ്ത അനുതാപത്തിന്റെ അടയാളമാണ്. വസ്ത്രം കീറി ചാക്കൊടുത്ത് ഉപവസിച്ചു, ചാക്ക് വിരിച്ചു കിടന്നു, മനം തകർന്നു, തല താഴ്ത്തി നടന്നു. മൂന്നാമതായിട്ട് ദാവീദിനെ കുറിച്ച് പറയുകയാണ്. ദാവീദിന്റെ ചെയ്ത പാപം എല്ലാവർക്കും അറിയാം. ബത്ശബായുമായിട്ട് വ്യഭിചാരം ചെയ്ത് ഊറിയായെ കൊലപ്പെടുത്തി മനുഷ്യരുടെ മുമ്പിൽ നീതിമാനെ പോലെ നടക്കുമ്പോഴാണ് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിന്റെ കുറ്റം വെളിപ്പെടുത്തുന്നത്. ദാവീദിന്റെ പാപത്തിനുള്ള ശിക്ഷയായിട്ട് പറയുന്നുണ്ട്, നിന്റെ കുടുംബത്തിൽ നിന്ന് വാള് വിട്ടുപോവുകയില്ല. പിന്നെ പറയാണ്, നിന്റെ സ്വന്തം ഭവനത്തിന് നിനക്കെതിരായിട്ട് തിരിക്കും, നിന്റെ ഭാര്യമാരെ മറ്റുള്ളവർ സ്വന്തമാക്കും. ഏറ്റവും ദയനീയമായ ശിക്ഷാവിധി ദാവീദിന് നൽകപ്പെടുമ്പോൾ ദാവീദ് സ്വീകരിക്കുന്ന അടയാളമുണ്ട്. ഉപവസിച്ചു, കരഞ്ഞു, നിലത്ത് വീണ് കവിഴ്ന്ന് കിടന്ന് കരഞ്ഞു, അനുതപിച്ചു. ആ അനുതാപമാണ് 51-ാമത്തെ സങ്കീർത്തനം. ഈ അനുതാപത്തിന്റെ ഈ 3 വഴികളിലൂടെ നടന്നു പോയപ്പോൾ അവരവന്റെ ജീവിതത്തിൽ തന്നെ ചെയ്ത പാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് പരിഹാരം ചെയ്തപ്പോൾ, ദൈവമേ അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം എന്നോട് ദയ തോന്നണമേ, അങ്ങയുടെ കാരുണ്യാദരത്തിന് അനുസൃതമായി എൻ്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. ഇങ്ങനെ കണ്ണുനീര് കൊണ്ട് അല്ലെങ്കിൽ അനുതാപം കൊണ്ട് പരിഹാരം ചെയ്തു കഴിഞ്ഞപ്പോൾ ദാവീദിനെ വീണ്ടും രാജ്യത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. അവന്റെ പാപത്തിന്റെ പരിണത ഫലമായിട്ട് ഈ ബത്ശബയുടെ കുഞ്ഞു മരിക്കുന്നുണ്ട്. സ്വന്തം മകനായ അമ്നോൻ താമാറിനെ നശിപ്പിക്കുന്നുണ്ട്. അബ്സലോം ദാവീദിനെ കൊല്ലാൻ നടക്കുന്നു. ദാവീദ് സ്വന്തം രാജകൊട്ടാരത്തിൽ നിന്ന് സ്ഥാനഭ്രഷ്ടനായി കാട്ടിൽ പോയി ഒളിക്കേണ്ടി വരുന്നു. പക്ഷേ വീണ്ടും തിരിച്ചു വരുന്നത് ദാവീദിന്റെ അനുതാപത്തിലൂടെയാണ്. ഈ വചന ശുശ്രൂഷയിൽ ഈ 3 ഉദാഹരണങ്ങൾ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവം വീണ്ടും കരുണ കാണിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ചെയ്ത മാരക പാപം അല്ലെങ്കിൽ ജീവിതത്തിൽ സംഭവിച്ച പാപങ്ങൾ നിന്നെ അനുതാപത്തിലേക്കും എളിമയിലേക്കും നയിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. അഹാബ് രാജാവിനെ പോലെ മനം തകർന്ന് തല താഴ്ത്തി നടക്കുക, ഏറ്റവും എളിമയോടുകൂടി. ആ എളിമയാണ് ഒരു കുമ്പസാരത്തിലെ അനുതാപം, എളിമ അല്ലെങ്കിൽ ദൈവകരുണയ്ക്ക് വേണ്ടിയുള്ള യാചന അല്ലെങ്കിൽ പരിഹാരത്തിന്റെ അടയാളം. സ്വന്തം ശരീരത്തെ സ്വീകരിക്കുന്നത് വീണ്ടും ദൈവകൃപയ്ക്ക് നിന്നെ യോഗ്യനാക്കി തീർക്കും. നിന്നെ ദൈവകൃപയ്ക്ക് വീണ്ടും നിനക്ക് നഷ്ടപ്പെട്ട അല്ലെങ്കിൽ നിന്നെ ഏതവസ്ഥയിൽ അധപ്പതിച്ചോ നീ അത് തിരിച്ചു വരിക, ആ അവസ്ഥയിൽ തിരിച്ചു വരിക എന്ന് വെളിപാടിന്റെ പുസ്തകം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. നിനക്ക് തിരിച്ചു വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് നിന്റെ എളിമയാണ്. അനുതാപത്തിന്റെ അടയാളം നിന്റെ ജീവിതത്തില്, നിന്റെ ശരീരത്തില്, നിന്റെ പ്രവർത്തനങ്ങളില് വെളിപ്പെടുമ്പോൾ ഈശോ നഷ്ടപ്പെട്ട അഭിഷേകം, നഷ്ടപ്പെട്ട അനുഗ്രഹം നിനക്ക് തിരിച്ചു തരും. അതുകൊണ്ട് ഇന്ന് ഈ വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ എത്ര പാപാവസ്ഥയിലായിരിക്കാം, എത്ര തകർന്ന അവസ്ഥയായിരിക്കാം, ഈ ജീവിതത്തിൽ എത്രമാത്രം ഒരു വ്യക്തിക്ക് ചെയ്യാൻ പാടില്ലാത്ത മാരക പാപങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രകോപിപ്പിച്ച വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ വിശുദ്ധി നഷ്ടപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം, ഏറ്റവും വലിയ ബന്ധനാവസ്ഥയിൽ കഴിയുന്ന വ്യക്തിയായിരിക്കും. നിന്നെ ഈശോയ്ക്ക് ആവശ്യമുണ്ട്. നിന്നെ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് നീ ഒന്ന് നിന്റെ പാപാവസ്ഥയിൽ നിന്ന് എളിമപ്പെടുക, അനുദമിച്ച് കണ്ണുനീരോട് കൂടി കുമ്പസാരിക്കുക, അനുതാപത്തിന്റെ ഒരു ജീവിതം നയിക്കുക. നിന്നെ കർത്താവ് വീണ്ടും കൃപയിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലെ ഈശോയുടെ കൂടുതൽ കൃപയ്ക്കും അഭിഷേകത്തിനും നിന്നെ ഈ യോഗ്യനാക്കട്ടെ. അനുതാപം നിന്നെ അല്ലെങ്കിൽ എളിമ, ഒരു പാപിയുടെ എളിമ ദൈവകൃപയ്ക്ക് അവനെ അർഹനാക്കി തീർക്കും. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.